അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഏവർക്കും പ്രിയങ്കരനായ മാർക്സിസ്റ്റ് നേതാവ് ജി സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം വിളിച്ച് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുക. അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് താല്പര്യമുള്ളവർക്ക്, അത് കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തവരോ ആര് തന്നെയായാലും അവർക്ക് പിന്തുണ നൽകാം എന്ന് പ്രഖ്യാപിക്കും എന്നുമാണ് കരുതുന്നത്. ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്നാലും ജി സുധാകരൻ സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ സംശയത്തിന് അവകാശമില്ല. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് അസ്വസ്ഥനായിരുന്നു. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ മാത്രമല്ല, അവഹേളിക്കപ്പെടുന്നു എന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം KSFൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ്. കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. കാരണം KSF 1964 CPI പിളർന്ന് CPM ഉണ്ടായതിനു ശേഷം അവരുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. പിന്നീടാണ് SFI എന്ന പേരിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു സംഘടന രൂപീകൃതമായത്. അപ്പോൾ SFIയുടെ പൂർവ്വരൂപമായിരുന്ന KSFലാണ് സുധാകരനും മറ്റുമൊക്കെ പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ SFI രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി. അദ്ദേഹം കൊല്ലം SN കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ അനിശ്ചിത നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്നവരാണ് MA ബേബിയും AK ബാലനും കോടിയേരി ബാലകൃഷ്ണനും, ഒരുപക്ഷെ പിണറായി വിജയൻ അടക്കമുള്ള മറ്റ് ധീര സഖാക്കൾ എല്ലാവരും തന്നെ. സുധാകരൻ എത്രയോ കൊല്ലമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ആളാണ്. 1982 വരെയാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത്. കുട്ടനാട്ടിലാണ്. അത്തവണ വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം കായംകുളത്ത് നിന്ന് ജയിച്ചു. പിന്നീട് അമ്പലപ്പുഴയ്ക്ക് മാറി. അമ്പലപ്പുഴയിൽ നിന്ന് നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. 2 തവണ കേരള സംസ്ഥാനത്ത് മന്ത്രിയുമായിരുന്നു. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. നല്ലൊരു ഭരണകർത്താവായിരുന്നു. അതിനേക്കാൾ ഉപരി യാതൊരു അഴിമതിയും ഇല്ലാത്ത ആളായിരുന്നു. ഈ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കുന്ന നിലയ്ക്ക് ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച ആളായിരുന്നു സുധാകരൻ. ജീവിതത്തിൽ യാതൊരു ആർഭാടവും ഇല്ലാത്ത, യാതൊരു ബൂർഷ്വാ ദുശ്ശീലവും ഇല്ലാത്ത, പഴയ കാലത്തിൻ്റെ പ്രതീകമായ അല്ലെങ്കിൽ പ്രതിരൂപമായ ഒരു കറകളഞ്ഞ അല്ലെങ്കിൽ കറ തീർന്ന സഖാവാണ് സുധാകരൻ. അദ്ദേഹം ഭാര്യയ്ക്കോ മകനോ വേണ്ടിയിട്ട് യാതൊരു സമ്പാദ്യവും അവിഹിതമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. തികച്ചും സത്യസന്ധരാണ്. ജീവിതത്തിൽ മൂല്യബോധം പുലർത്തുന്ന ആളാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇന്നത്തെ കാലത്ത് പാർട്ടിയിലും നിലനിൽപ്പില്ല, രാഷ്ട്രീയത്തിലും നിലനിൽപ്പില്ല, ഒരു പാർട്ടിയിലുമില്ല, CPMലും ഇല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒറ്റപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. 2016 തൊട്ട് 21 വരെയുള്ള കേരള സർക്കാരിൻ്റെ വലിയ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഇദ്ദേഹമാണ്. കാരണം കേരളത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡുകളൊക്കെ ടാറിട്ടു. പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി താരതമ്യേന ലഘൂകരിച്ചു. രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി ഇല്ലാതാക്കി. ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്ന അഴിമതിക്ക് വലിയൊരു പരിധി വരെ തടയിടാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് പാർട്ടിക്കകത്ത് അദ്ദേഹത്തോട് വിരോധമുള്ള ഒരുപാട് ആളുകളുണ്ടായി. പിന്നെ പാർട്ടിക്കകത്ത് വളർന്നു വന്ന പുത്തൻകൂറ്റൻ നേതാക്കന്മാർ, അതിൽ പ്രധാനപ്പെട്ട ആൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനും പുള്ളിയുടെ ചില ശിങ്കിടികളും ഡിങ്കിരിവാലന്മാരുമായിരുന്നു. അവരൊഴിച്ച എല്ലാവരും ഇദ്ദേഹത്തോട് മതിപ്പുള്ള ഒരു സ്നേഹമുള്ളവരുമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിയുടെ നിയന്ത്രണം കാരണഭൂതൻ്റെ കയ്യിലും, കാരണഭൂതൻ്റെ നിയന്ത്രണം മരുമോൻ്റെ കയ്യിലുമായി പോയി. അപ്പോൾ മരുമോനെ പ്രീതിപ്പെടുത്താതെ പ്രസാദിപ്പിക്കാതെ ആർക്കും പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് സുധാകരൻ സഖാവ് ഒറ്റപ്പെട്ടു പോയത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മേൽവിലാസമില്ലാതായത്. നമുക്കറിയാം, സുധാകരൻ മാത്രമല്ല, തോമസ് ഐസക്കിനെയും AK ബാലനെയും അതുപോലെ തന്നെ EP ജയരാജനെയും രവീന്ദ്രനാഥിനെയും എല്ലാം വെട്ടി നിരത്തി. അതിൻ്റെ കൂടെ രാജു എബ്രഹാമിനെയും നമ്മുടെ ശർമ്മയെയും ഗുരുവായൂർ അബ്ദുൽ ഖാദറിനെയും കോഴിക്കോട്ടെ പ്രദീപ് കുമാറിനെയും വെട്ടി നിരത്തി. അങ്ങനെ വെട്ടി നിരത്തപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കുക. അത്രയധികം നേതാക്കന്മാർ ഒറ്റയടിക്ക് വെട്ടി നിർത്തപ്പെട്ടു. അതിൽ പരിക്ക് പറ്റിയ ഒരാളാണ് സുധാകരൻ. പക്ഷേ അദ്ദേഹം അന്ന് പ്രതിഷേധിച്ചില്ല. പക്ഷേ ആലപ്പുഴ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടുന്ന അവഹേളനം അതിന് ഭയങ്കരമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സഖാവ് H സലാമാണ് സ്ഥാനാർത്ഥി. സലാമിൻ്റെ സുധാകരൻ്റെ കൂടി പടമുള്ള പോസ്റ്ററുകൾ അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ഒട്ടിച്ചിരുന്നു. പക്ഷേ പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ കുറേ പ്രവർത്തകർ വന്നിട്ട് ആ പോസ്റ്റർ മുഴുവനും കീറിക്കളഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. എന്നിട്ട് മറ്റൊരു നേതാവിൻ്റെ കൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു. അതിനുശേഷം
ആ സുധാകരന് കിട്ടിയ അത്ര വോട്ട് സലാമിന് കിട്ടിയില്ല, അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി വന്നു. സലാം പരാതി കൊടുത്തു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറവാണ് കിട്ടിയത്. അരൂർ ഭൂരിപക്ഷം കുറഞ്ഞു, ചേർത്തലയിൽ കുറഞ്ഞു, ആലപ്പുഴയിൽ കുറഞ്ഞു, കായംകുളത്ത് കുറഞ്ഞു, എല്ലാ സ്ഥലത്തും ഭൂരിപക്ഷം കുറഞ്ഞു. അമ്പലപ്പുഴയിലും കുറഞ്ഞു. ആലപ്പുഴയിലുണ്ടായ കുറവ് വെച്ച് നോക്കുമ്പോൾ അമ്പലപ്പുഴയുണ്ടായ കുറവ് ഒരു കുറവേ അല്ല. ആലപ്പുഴയിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു, അമ്പലപ്പുഴയിൽ ഭാഗികമായിട്ട് കുറവ് സംഭവിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം സുധാകരൻ വേല വെച്ചുകൊണ്ടാണ്, കാലുവാരിയതുകൊണ്ടാണ് സലാമിന് ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന ഒരു വ്യാഖ്യാനവുമായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനവുമായിട്ട് ഈ വിമതന്മാർ രംഗത്തിറങ്ങി. ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സഖാവ് കളമരം എരിയും അധ്യക്ഷ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. കരീം സഖാവ് വന്ന് പഠനം നടത്തി അവസാനം സുധാകരൻ്റെ ഭാഗത്ത് വലിയ ലാപ്സ് ഉണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇതേ കരീം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റത്. അത് ആര് കാലുവാരി കൊണ്ടാണ്, അല്ലെങ്കിൽ ആര് വേല വെച്ചുകൊണ്ടാണ്, ആര് കുതികാല് വെട്ടിക്കൊണ്ടാണ് എന്നാരും ചോദിക്കരുത്. കാരണം കരീമിന് ഒരു താപ്പും സുധാകരന് വേറെ താപ്പുമാണ്. ഏതായാലും അങ്ങനെ സുധാകരൻ വല്ലാതെ അവഗണിക്കപ്പെട്ടു. പുന്നപ്പുറ വയലാർ രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ വാർഷികത്തിന് പോലും അദ്ദേഹത്തെ ക്ഷണിക്കാത്ത സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് എഴുതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം യാതൊരു നിവൃത്തിയുമില്ലാതെ ഇവരുടെ ചവിട്ടും തൊഴിൽ സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിനെ പിന്തുണക്കാൻ തീർച്ചയായിട്ടും കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് അവർ വന്നില്ലെങ്കിൽ BJPക്കാർ വരും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്, ആലപ്പുഴ ജില്ലാ നേതൃത്വമാണ്. അമ്പലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA H. സലാമാണ്. ആലപ്പുഴ ജില്ലയുടെ പരമാധികാരിയായ നമ്മുടെ കുന്തം കുടച്ചക്രം ഫെയിം സജി ചെറിയാനാണ്. ഇതിൻ്റെയൊക്കെ പരിണതി എന്തായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും സുധാകരൻ സഖാവിന് വിജയാശംസകൾ നേരുന്നു. സത്യം പറഞ്ഞാൽ ഈ മുന്തിയറപ്പന്മാർക്കെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ തന്നെ പങ്കിലമായിരിക്കുന്ന, കളങ്കിതമായിരിക്കുന്ന CPM നേതൃത്വത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടക്കമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ലാൽ സലാം.